വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശനിയാഴ്ചകളിൽ ഇടുന്ന മോട്ടിവേറ്റ് ചെയ്യുന്നത് ദൈവവചനത്തിൽ നിന്നുള്ള കാര്യങ്ങളെ, പൊതുവായ ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പ്രതിപാദിക്കുന്ന സന്ദേശങ്ങളിടുന്നുണ്ട്. വ്യത്യസ്തമായ ജനങ്ങളത് സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മാവിനും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഈ ലോകത്തിൽ ജയകരമായി ജീവിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കോമണായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ. ഇന്നെനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെ എൻ്റെ ഒരു ശുശ്രൂഷ മധ്യത്തിൽ യൗവനക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ ഒരു ഭാഗം, അതായത് ഇങ്ങനെയാണ്: പെൺകുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ അവരുടെ ഒരു പ്രായപരിധി കഴിഞ്ഞ്, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞ് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഗൗരവകരമായി ചിന്തിക്കുന്നതിനെക്കുറിച്ച് നടന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അത് കേൾക്കുന്നവർക്കും, മാതാപിതാക്കളാണെങ്കിൽ അല്ലെ കുട്ടികളാണ് കേൾക്കുന്നെങ്കിൽ അവർക്കും ജീവിതത്തിൽ അത് വളരെ പ്രയോജനമാകും. ഇത് പുസ്തകങ്ങളിൽ നിന്നൊന്നും വായിച്ച അറിവുകളല്ല, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ പല കാര്യങ്ങളാണ്. അതായത് ഇന്ന് വിവാഹത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും നിഷേധിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കാണുന്നു. ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽപ്പെട്ടവർക്ക് തലമുറകളില്ലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഡിവോഴ്സായി വന്നു നിൽക്കുന്ന അവരുടെ ബന്ധുക്കളൊന്ന് ജ്യേഷ്ഠത്തി, അല്ലെങ്കിൽ നേരത്തെ വിവാഹം കഴിച്ച കുടുംബങ്ങളുടെ പരാജയങ്ങളായിരിക്കാം ഈ കുഞ്ഞുങ്ങളെ വേട്ടയാടണമെന്ന് തന്നെ തീർച്ചയായിട്ടും ചിന്തിക്കുന്നത്. പിന്നെ വീണ്ടും നമുക്ക് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമുക്കങ്ങനെ ഇല്ലെങ്കിൽ പോലും ജീവിതം ഒന്നിച്ച് നമുക്ക് അങ്ങനെ ഒരു ലിവ് ടുഗദർ എന്നുള്ളൊരു ലെവലിലേക്ക് ഉള്ളൊരു കാര്യങ്ങളും പോകുന്നുണ്ട്. അപ്പം അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ അത് കിടപ്പുണ്ട്. എനിവേ, ഞാൻ ആ ഭാഗത്തോട്ടൊന്നുമല്ല കിടക്കുന്നത്. ഞാനിപ്പോൾ അടുത്തിടയിൽ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പോലും ഞാൻ മോനോട് ഈ അടുത്തിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കും. അവരെല്ലാം പിള്ളേരിലെല്ലാം, പ്രത്യേകിച്ച് ആൺകുഞ്ഞുങ്ങളിൽ പറയുന്നത്, അവർക്ക് ഇതിനെ ഒരു വലിയ ബന്ധനം പോലെ അവർ കാണുന്നു. കുറച്ചുകൂടെ വരട്ടെ, കുറച്ചുകൂടെ ഒന്ന് അടിച്ച് പൊളിച്ച്, കുറച്ചുകൂടെ ഒന്ന് മുൻപോട്ട് പോയിട്ട്, സമയമൊന്നും ആയില്ലല്ലോ. അത് ഞാൻ നിങ്ങളോട് പറയാം, ഒരു പുരുഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു യോഗ്യതയെന്ന് പറഞ്ഞാൽ അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പ്രാപ്തി. അതാണ് ഏറ്റവും അത്യാവശ്യം. അത് പുരുഷനെന്നല്ല, സ്ത്രീ ആണെങ്കിൽ പോലും അതാണ് ആദ്യപടി. ഒരു ജോലി നിങ്ങൾക്ക്, ഒരു പെർമനൻ്റായ ഒരു ജോലി നിങ്ങൾക്കുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ ഉടനെ പോയി വിവാഹം കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നിങ്ങൾ തയ്യാറെടുക്കേണ്ട ഒരു പ്രധാന കാരണം ഒരു വിവാഹ ജീവിതം വേണം. ഇപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാനും എൻ്റെ വിവാഹത്തിന് മുമ്പൊക്കെ വളരെ ലൈഫ് എൻജോയ് ചെയ്തൊരു മനുഷ്യനായിരുന്നു. ഞാൻ പിന്നീടാണ് ഒരു ദൈവദാസന ശുശ്രൂഷ എന്നുള്ള ലെവലിലേക്ക് വരുന്നത്. വേണം ഞാനിങ്ങനെ പറയാം, എൻ്റെ ഒരു 2000 കാലഘട്ടം വരെ, ഒരു 35 വയസ്സ് വരെ ഞാൻ ആ ലെവലിൽ നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്ത ഒരാളാണ്. പക്ഷേ എൻ്റെ വിവാഹം കഴിഞ്ഞു, എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യുന്നതിനൊട്ട് ഒരു തടസ്സങ്ങളും വന്നിട്ടില്ല. സത്യത്തിൽ ഒന്നുകൂടെ എൻ്റെ കുടുംബജീവിതത്തിൽ കെട്ടുറപ്പുണ്ടാകാൻ, ഞാൻ താമസിച്ച് വന്നാൽ മറ്റേ എൻ്റെ പിതാവും മാതാവും കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ ആരെന്ന് ചോദിക്കും, അന്വേഷിക്കും. എന്നാൽ അതിലുപരി ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളും ജോലിയോടുള്ള ബന്ധത്തിൽ പുറത്ത് പോകുമ്പോൾ, താമസിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മളെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ കാര്യങ്ങളിൽ ഒന്നുകൂടെ നമ്മളെ കെയർ ചെയ്യും. നമുക്ക് പരസ്പരമായ മറ്റേ തന്നെ ഭാരങ്ങൾ വഹിക്കും. ഇപ്പോൾ ജോലിയുടെ കാര്യങ്ങൾ നമ്മൾ പിതാവിൽ നിന്നും മാതാവിനോടൊന്നും ഒത്തിരിയും കാര്യങ്ങളൊന്ന് വെളിപ്പെടുത്തത്തില്ല. ചുരുക്കമായ ചില കാര്യങ്ങൾ, എന്നാൽ ഭാര്യയുമായി സാമ്പത്തിക വിഷയങ്ങളിൽ ഒന്നിച്ചൊരൈക്യതയും ഒരു ധാരണയുമുണ്ടെങ്കിൽ കടങ്ങളില്ലാതെ നല്ല രീതിയിൽ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ കഴിയുന്ന പലരോടും ഞങ്ങൾ, പ്രത്യേകിച്ച് ഞാനൊരു സഭയുടെ ശുശ്രൂഷകനായതുകൊണ്ട് കുടുംബങ്ങളോട് ചോദിക്കുമ്പോൾ ഈ കൊടുക്ക വാങ്ങൽ വിനിമയങ്ങളിലൊന്നും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തോ അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹത്തിന് ഇന്ന് ജോലിയുണ്ടോ, കഴിഞ്ഞത് എത്ര ഉണ്ടോ, ഒന്നും അവർ ആ കാര്യത്തിലെല്ലാം അൺഅവെയറാണ്. അവർക്കറിയത്തില്ല കാര്യങ്ങൾ. അതുകൊണ്ട് പലതിലും കടങ്ങളിലും പ്രയാസങ്ങളിലും അവർ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം കുടുംബജീവിതങ്ങളിൽ പ്രാധാന്യമുള്ള കാര്യം. പണ്ടൊരു പുരുഷൻ മരിച്ചു പോയപ്പോൾ അദ്ദേഹം വലിയൊരു തുക കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പരാതിയുമായി അവിടെ വരുമ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് ഒരു ഡയറി എടുത്തിട്ട് പറഞ്ഞില്ല, അച്ഛൻ ആ പൈസ തന്നത് എന്നോടും പറഞ്ഞത് അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാര്യം ആ ബന്ധമുള്ളത് കൊണ്ടാണ്. നിങ്ങളിവിടെ മനസ്സിലാക്കണം, ഞാൻ എന്തോ പറഞ്ഞു വന്നേ, പെൺകുഞ്ഞുങ്ങളാണെങ്കിലും ആൺകുഞ്ഞുങ്ങളും സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പാർട്ട്ണറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം.
ഐക്യതയിൽ വരാനായി ഇനി എന്ത് കുഴപ്പമുള്ളതാണെങ്കിലും നമ്മൾ പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റിലും മനസ്സിലാക്കലുകളിലൂടെ അണ്ടർസ്റ്റാൻഡിങ്ങുകളിലൂടെ പരസ്പര വിട്ടുവീഴ്ചകളിലൂടെ പരസ്പര ബഹുമാനത്തിലൂടെയൊക്കെ മുൻപോട്ട് പോകാനൊക്കത്തുള്ളത് വേറൊരു കാര്യം. എങ്കിൽ പോലും മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. ഒരു ജോലിയുള്ളൊരു മകന് 10, 23, 24 വയസ്സുള്ള ഉടനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ 2, 3, 4 വർഷത്തിൻ്റെ കാലയളവിൽ ആ കുടുംബമാണ് വീണ്ടും ഈ ലോകത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ, ജയിച്ച് ജീവിക്കാൻ പരസ്പരമായ ഒരാളെക്കാൾ 20 നല്ലതെന്നാണ് വേദപുസ്തകം പറയാം. ഒന്നിച്ച് മുന്നേറാൻ പരസ്പരം പങ്കുവെച്ച് മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ പല കുടുംബജീവനം ഭാര്യവർത്ത ജീവിതങ്ങളിൽ പോലും ഒരു പങ്കുവെപ്പിലുമില്ലാതെ ഒറ്റയാന്മാരെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. വിവാഹം കഴിക്കാതെ ജയകരമായി ജീവിക്കുന്നില്ല ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഒന്നിച്ച് ജീവിച്ച് തലമുറകൾ ആ ഒരു സന്തോഷം, അതിലേക്ക് ലക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും പടിപടിയായ ലക്ഷ്യങ്ങളിലേക്ക് ആ ജീവിതം വലിയ സന്തോഷത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എനിക്കിത് പറയാനുള്ളൊരു കാര്യം, അതിനെ ഗൗരവപരമായി ഒരു ജോലിയായ ഒരു മെച്യൂറായ ഒരു പുരുഷൻ, ഒരു സ്ത്രീ അത് ആഗ്രഹിക്കണം. ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ശരിക്കും ഞാൻ പറഞ്ഞ മനസ്സുകൊണ്ട് ഏതൊരു കാര്യവും ഒരു മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ ആ തക്ക സമയത്ത് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ എങ്ങനെയുള്ളൊരു പുരുഷൻ, എങ്ങനെയുള്ളൊരു സ്ത്രീ, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുകയും കൂടെ ചെയ്യുമ്പോൾ എല്ലാം കൃത്യമായി കിട്ടുമെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അപ്പോൾ എന്തോന്നറിയും, ഒരു പ്രതീക്ഷയോട്. ചിലർ പറഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോൾ ഒരു വിവാഹം ആഗ്രഹിച്ചല്ല, മാതാപിതാക്കൾ എന്നെ നിർബന്ധിച്ചു, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്നെ എനിക്ക് അങ്ങനെ ആയിരുന്നു, ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യകത വന്നു. അതിലുപരി മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറെടുത്താൽ അങ്ങനെ നമുക്കൊരു ഒരു പാർട്ട്ണറെ നമ്മുടെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യാൻ കഴിയുകയും ഒന്നിച്ച് പരസ്പരം പങ്കിട്ട്, അതായത് ജീവിത ഭാരങ്ങൾ നമുക്കറിയാം, ഒരു 10 കിലോ അല്ലെങ്കിൽ 100 കിലോ ഒരാൾ താങ്ങുന്ന 2 പേര് താങ്ങുന്ന വ്യത്യാസമുണ്ട്. പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതം, ഞാൻ ശരിക്കും എൻ്റെ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നു. എനിക്കറിയത്തില്ല ഇത്രയൊരു ഐക്യത സ്നേഹത്തിൽ എൻ്റെ കുടുംബജീവിതം പോകുന്ന പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ തന്നെ അറിഞ്ഞ കാലം ഞാൻ പരസ്പരം അങ്ങോട്ട് വിട്ടുവീഴ്ച മനോകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം പങ്കുവെക്കുന്ന ലെവലിലേക്ക് പ്രശ്നങ്ങൾ, ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ സുരക്ഷിതമായിട്ടുള്ള വെല്ലുവിളിയുമായി വരുന്ന വിഷയങ്ങൾ പോലും ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് അത് കണ്ടുപിടിക്കുവാനും, ഓരോ കാര്യങ്ങൾ സാമ്പത്തിക വിഷയങ്ങളാണെങ്കിലും എൻ്റെ വൈഫ് ആ ഒരു കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിട്ട്, ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഈസിയായി ഒരു ചിന്തിക്കാതെ ചിലവാക്കുക അല്ലെങ്കിൽ എടുത്ത് ചാടുന്ന ഒരു മനോഭാവം എനിക്കുള്ളപ്പോൾ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, പലതിലും ഒന്ന് ശ്രദ്ധിക്കുവാനും ഒക്കെ നമുക്ക് മുഖാന്തരം വരുന്നൊരു കുടുംബജീവിതം അത്ര ശ്രേഷ്ഠകരമായിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളായിരിക്കാൻ, അപ്പം നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ തന്നെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളല്ല വന്നെങ്കിൽ പോലും മാറ്റിയെടുക്കാൻ കഴിയും. ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, എനിക്കറിയാവുന്ന ഒരു ദൈവമനുഷ്യൻ്റെ ഒരു കുടുംബം, അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ അതിലേക്ക് ആ സഹോദരി വന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും കമ്മിറ്റ്മെൻറ്റ്, എനിക്കതേ പറയാനുള്ളൂ. വിട്ടുവീഴ്ചകളും അദ്ദേഹം മനസ്സിൽ കാണാൻ തുടങ്ങി, ഞാൻ ഇങ്ങനെ ഒരു ഭാര്യയാണ് ആഗ്രഹിക്കുന്നത്, അതേപോലൊക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ അത് ലഭിച്ചെന്നുള്ളതാണ്. ഭക്ഷണം വിളമ്പുന്ന കാര്യങ്ങളിൽ, കൊടുക്കുന്ന കാര്യങ്ങൾ, സെർവ് ചെയ്യുന്ന കാര്യങ്ങളിൽ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളിൽ, അതെല്ലാം മാറാൻ കഴിയും. ഒരു പരിധി വരെ മൊത്തം മാറ്റങ്ങൾ വരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പെൺകുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ, യൂത്ത് എന്നെ കേൾക്കുന്നെങ്കിൽ, പേരൻസ് കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അതിനോടൊരു ഒരുക്കം. ഞാനത് പറയാൻ കാരണം, ചില പറയുമില്ല ഞാൻ ഇപ്പം അങ്ങനെയൊന്നുമില്ല, നമ്മളെ കൂട്ടുകാരെ തന്നെ പറഞ്ഞു, കുരുങ്ങിപ്പോമേ, കുരുക്കാണേ, പെട്ടുപോമേ, ഒന്നുമില്ല. അതെല്ലാം വലിയൊരു നിയന്ത്രണമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ തന്നെ, നമ്മളെ ഒരാൾ കാത്തിരിക്കുന്നതെന്ന് അറിയുമ്പോൾ തന്നെ, ഒന്ന് തിരക്കാൻ ഒരാളുണ്ടെങ്കിൽ. ഒരിക്കൽ എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞതാണ്, അച്ഛൻ എത്ര നാൾ എന്നെ, ഫാദറിനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ എത്ര നാൾ നിയന്ത്രിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, പോകുന്നിടത്തോളം പോട്ടറാ, ഒന്ന് നീ ഉള്ളിടത്തോളം അല്ല ഞാൻ ഉള്ളിടത്തോളം. പക്ഷെ എന്തിച്ച് നോക്കി, അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല. പക്ഷെ ഞാൻ വിദേശത്ത് എന്നെ ആരും നിയന്ത്രിക്കാനില്ലെന്നില്ല ജീവിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കി, എൻ്റെ പിതാവും മാതാവും അച്ചാച്ചൻ വൈകിട്ട് വീട്ടിൽ താമസിച്ചെന്ന വഴക്ക് പറയും. കൂട്ടുകാരുമായിട്ടിരിക്കുമ്പോൾ പോകണം, വീട്ടിൽ ചേരണം, വൈകിട്ടൊരു കുടുംബ പ്രാർത്ഥനയുണ്ട്, ഇതിനൊക്കെ പോകണമെന്ന് അന്നൊരു വിലക്ക്, വളരെ ഒരു കവറിങ്, നമുക്ക് വലിയൊരു സംരക്ഷണമായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ ആരെങ്കിലും നിയന്ത്രിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം, അതിനെ നെഗ്ലക്റ്റ് ചെയ്യല്ലേ, വലിയ അനുഗ്രഹം അത്. അതുകൊണ്ട് അങ്ങനെ കുടുംബജീവിതം കെട്ടുപിടിക്കാൻ സഹായിക്കട്ടെ. മനസ്സുകൊണ്ട് ഒരുങ്ങുകയും, അതിനെ ഇപ്പോഴൊന്നും ആലോചിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും അത് പറയാം, കുഴപ്പമില്ല. പക്ഷെ അതിനെ നിങ്ങളൊരു ഭാരമായിട്ട് കാണുന്നു. പലരുടെയും ചിന്താഗതിയിൽ അങ്ങനെയാണ്, കുടുംബം ഒരു ഭാരമാണ്.
ഡിവോഴ്സുകൾ തന്നെ എന്താ നടക്കുന്നത്? ആ ആ ഒരു തെറ്റിനെ അവിടെ മാനസാന്തരപ്പെടാൻ രണ്ടുപേരും തയ്യാറല്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. വലിയ തെറ്റുകളെന്ന് ഞാൻ പറയുന്നില്ല, തുടർമാനമായി ചെയ്യുന്ന പാപങ്ങൾ. പക്ഷെ അത് ചെയ്യാവുന്ന കാര്യങ്ങളിൽ പലരും പറയുന്ന ന്യായങ്ങൾ നമുക്കറിയാവില്ല. ഇടയ്ക്കത്തിന് എത്രയോ കേസുകൾ നമ്മുടെയൊക്കെ വരുന്നുണ്ട്. പറയുന്നത് നീ ഭർത്താവിനെ എന്തുവാ ഭാര്യ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് വേണ്ട കെയർ കൊടുക്കുന്നില്ല. അപ്പം അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണത്. ഭാര്യയേക്കാൾ അധികം എന്തുവാ ഭർത്താവിൻ്റെ മാതാവും പിതാവും പറയുന്നതിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും, അല്ലെങ്കിൽ അവൾക്ക് ആ ഭർത്താവിനേക്കാളും കൂടുതൽ ആരോടാണ് താല്പര്യം? ഇതൊക്കെ ചർച്ച ചെയ്ത് പരസ്പരം അംഗീകരിച്ച് തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി മുന്നേറിയാൽ ഡിവോഴ്സസ് ഒന്നും നടക്കത്തില്ല. പലരും നമ്മളില്ല, ഞാനങ്ങനെയില്ല, വിട്ടേക്കാരില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാടി തീരുമാനങ്ങളിലേക്ക് പോകും. അതിന് അവസരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹം തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും കുടുംബജീവിതം അനുഗ്രഹമാണ്, സന്തോഷമാണ്. ഈ ലോകത്തിലെ ഇനിയും വരാനിരിക്കുന്ന സ്വർഗവും എല്ലാം ഭവനമാണ്. ഭവനത്തിലെല്ലാം തുടങ്ങുന്നത്. പണ്ട് ഒരു അമ്മച്ചിയോട് പറഞ്ഞു, പള്ളി വരുമ്പോൾ സ്വർഗമാണ്, വീട്ടിൽ ചെല്ലുമ്പോൾ നരകമാണ്. അങ്ങനെ വരരുത്. വീടായിരിക്കണം സ്വർഗം. വീടാണ് എല്ലാത്തിനും തുടക്കം. അവിടെയാണ് സമാധാനം, അവിടെയാണ് സന്തോഷം തുടങ്ങേണ്ടത്. ഇവിടെ ഒന്നും ഇല്ലാതെ വേറൊരു സ്ഥലത്ത് നിന്നും ഉണ്ടെന്ന് ചിന്തിക്കല്ലേ. ഇവിടെയാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഇവിടെ നാം സന്തോഷം ഉണ്ടാക്കുന്നവർ, സമാധാനം ഉണ്ടാക്കുന്നവർ. അതുകൊണ്ട് കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു തീരുമാനം എടുക്കും. അതെല്ലാം തുടങ്ങുന്ന കുടുംബജീവിതങ്ങളിലൂടെയാണ്. ഞാൻ ഈ കഴിഞ്ഞ നിലയിൽ ഉദാഹരണം പറഞ്ഞു. എൻ്റെ ഒരു അനിയൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, അമ്മ മരിച്ചു പോയത്, അപ്പം മരിച്ചു, അവൻ കരയുമായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം ഭാര്യയും പ്രായപൂർത്തിയായ 2 കുഞ്ഞുങ്ങൾ അവനുണ്ട്. അവൻ്റെ 25 വയസ്സിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി നടത്താൻ പോകുന്നു. അപ്പോൾ ആ ലെവലിലേക്ക് അവൻ ഇന്ന് തയ്യാറെടുത്ത്. കാരണം ഇന്ന് അവൻ ലക്ഷ്യങ്ങളാണ് ജീവിതത്തിൽ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, കുഞ്ഞുങ്ങളുടെ ജോലി, അതുങ്ങളുടെ വിവാഹ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. എൻ്റെ മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ അടുത്തിടെ പറഞ്ഞപ്പോഴും പലരും അവരെയും പറഞ്ഞു വെച്ചിരുന്നു, വേണ്ട, കുരുങ്ങിപ്പോവില്ല, സ്വാതന്ത്ര്യം പോവും. ഒന്നിച്ച് സന്തോഷിക്കുക, ഒന്നിച്ച് ആനന്ദിക്കുക. ഈ ചെറിയ ചിന്ത ഒരു ധാരാളം അനുഗ്രഹമായിട്ട് അങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളുമായി വീണ്ടും കടന്നു വരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം പേർക്ക് അനുഗ്രഹമായിട്ട്.